ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളത്. ഞാൻ സ്ഥിരം നമ്മുടെ ഏറ്റവും കൂടുതൽ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ക്യൂരിയോസിറ്റിയോട് കൂടി വരുന്ന കമൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ബ്രാ ഒന്ന് കാണിച്ചു തരൂ, നിൻ്റെ പാൻറ്റീസ് ഒന്ന് കാണിച്ചു തരൂ. ഇങ്ങനത്തെ നല്ല മനോഹരമായ കമൻറ്റ്സാണ് എനിക്ക് ചില ആൾക്കാർ കാണിക്കുന്നത്. ഞാൻ പൊതുവേ പെൺകുട്ടികൾ മാത്രം അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം കാണുക എന്ന് നമ്മുടെ തമ്പനയിൽ ഞാൻ ഇടാറില്ല. ഞാൻ അങ്ങനെ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വഴി തെറ്റിയൊന്നും ഞരമ്പ് രോഗികളൊന്നും കയറി പോവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു തമ്പനയിൽ ഞാൻ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്തായാലും ഞാൻ പലവരുടെയും ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. ഞാൻ കുറച്ച് ബ്രാ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്, പക്ഷെ ചുമ്മാതെ കാണിക്കുന്നതല്ല. പലവരുടെയും ഒരു പ്രശ്നമാണ് ബ്രസ്റ്റ് സാഗിങ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് സാഗിങ് എന്ന് പറയുന്നത് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഇങ്ങനെ തൂങ്ങിപ്പോകുന്ന പോലെ ആ ഒരു ഫേംനെസ് അതൊക്കെ പോയിട്ട് ബ്രസ്റ്റ് ഇങ്ങനെ സാഗ് ചെയ്യുക, തൂങ്ങാം. അപ്പോൾ ഇതെന്തുകൊണ്ട് പലവരും വിചാരിച്ചിരിക്കുന്നത് പല ബ്രായുടെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ബ്രസ്റ്റ് സാഗ് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ അതല്ല മെയിൻ കാരണം. നമ്മുടെ ജെനറ്റിക്സ് കാരണം, അതേപോലെ റോങ് പോസ്ചർ കാരണം, പിന്നെ കൂടുതലും നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് മുലയൂട്ടുന്ന സ്ത്രീകളിൽ, അങ്ങനെ പിന്നെ എക്സസൈസ് പ്രോപ്പറായി ചെയ്യാത്തവരിൽ, അങ്ങനെയൊക്കെയാണ് ഈ ബ്രസ്റ്റ് സാഗിങ് ശരിക്കും വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു 30 അടുക്കുമ്പോൾ സ്ത്രീകളിൽ ഈ ബ്രസ്റ്റ് സാഗിങ് വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആകെയുള്ള നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായം കൂടുന്നതൊന്നും നമുക്ക് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ബ്രസ്റ്റ് സാഗ് ചെയ്തത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നല്ല വൃത്തിക്ക് ഭംഗിയിൽ നല്ല ഫേമായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് ഞാൻ മേടിച്ച ബ്രാ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത് ഷൈയവേ എന്നാണ്. ഷൈയവേ ഞാനിപ്പോൾ ഒരു 4-5 വീഡിയോസ് എങ്കിലും ഞാൻ മിനിമം ചെയ്തിട്ടുണ്ടാവും ഷൈയവേന്ന് ഞാൻ മേടിച്ച കുറച്ച് കളക്ഷൻസ്. ഷൈയവേയിൽ ബ്രാസ് മാത്രമല്ല, നമുക്ക് ഇന്നർവെയർസ്, ബ്രാസ്, പാൻറ്റീസ്, ഈവൻ സോക്സ്, അങ്ങനത്തെ നമുക്ക് എല്ലാം നമുക്ക് വേണ്ട സംഭവങ്ങളും, ഈവൻ നിപ്പ് കവേഴ്സ്, അങ്ങനത്തെ നിപ്പിൾ കവേഴ്സ്, അങ്ങനത്തെ എല്ലാം നമുക്ക് ഷൈയവേയിൽ കിട്ടും. അടിപൊളി ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാട്ടോ ഈ ഷൈയവേ എന്ന് പറയുന്നത്. അവരെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഷൈയവേയിൽ. ജസ്റ്റ് ഒന്ന് അവരെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എനിക്ക് പണ്ട് ഈ ഇന്നർവെയർസ് ഒന്നും എനിക്കിങ്ങനെ ഓൺലൈൻ വഴി വാങ്ങുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയായിട്ട് നമ്മുടെ സൈസൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനെ തിരിച്ച് നമുക്ക് റിട്ടേൺ അയക്കാൻ പറ്റുമോ, എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടോ, അങ്ങനത്തെ ഒക്കെ നമുക്ക് ഉണ്ടോ എന്ന് വെച്ചിട്ടാണ്. ആൻഡ് യെസ്, 15 ഡേയ്സിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അഥവാ സൈസൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 15 ഡേയ്സ് കൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ഡെലിവറിയാണ്. ചെന്നൈയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടും. ഇനി മറ്റ് സ്റ്റേറ്റ്സിലാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ ഷൈയവേന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും കേട്ടോ. അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രീപെയ്ഡ് ഓർഡേഴ്സിന് അഡീഷണൽ 5% ഡിസ്കൗണ്ട് കിട്ടും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഓഫേഴ്സ് ഉണ്ട്. 40% ഓഫ്, 50% ഓഫ്, അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സൈസ് തെറ്റിയാലോ എന്ന് വെച്ചിട്ട്. ഇതിൽ സൈസ് തെറ്റോന്ന് പേടിയും വേണ്ട. കാരണം ഇവർ തന്നെ ഇതിൽ നമുക്ക് സൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക, സൈസ് ചാർട്ടുകൾ ഉണ്ട്. അപ്പോൾ ഈ സൈസ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓരോ കറക്റ്റ് കഴിഞ്ഞാൽ ഇവർ പറയും ഇന്ന സൈസിൻ്റെ എന്നുള്ളത് നമുക്ക് അവർ സജസ്റ്റ് ചെയ്യും. അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ബ്രാക്ക് മാത്രമല്ല, ഈവൻ പാൻറ്റീസ് മേടിക്കുമ്പോഴും നമുക്ക് ഇതുപോലെ അവരുടെ സൈസ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ സാഗിനെസ്, അപ്പോൾ ഈ സാഗിനെസ് മാറ്റാനുള്ള കുറച്ച് ബ്രാസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബ്രായിൽ അത്ര വിദഗ്ധയല്ലാത്ത കാരണം കൊണ്ട് ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ നിങ്ങൾക്ക് പറ്റിയ ബ്രാസ്. അതിൽ ഒന്നാണ് എൻസർക്കിൾഡ് ബ്രാസ്, പിന്നെയെന്ന് പറയുന്നത് എം ഫ്രെയിം ബ്രാസ്, പിന്നെ എക്സ് ഫ്രെയിം ബ്രാസ്, മിനിമൈസർ ബ്രാസ്, പിന്നെ നേഴ്സിംഗ് ബ്രാസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് ഉള്ളതാണ് ഈ നേഴ്സിംഗ് ബ്രാസ് എന്ന് വെച്ചാൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ബ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ബ്രാസ് ആണ് നമ്മുടെ അപ്പിയറൻസ് നന്നാക്കാനും, അതേപോലെ തന്നെ ഈ സാഗിനെസ് ഒന്നും കാണാത്ത പോലെ ഇല്ലാത്ത പോലെ വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 3-4 ബ്രാസേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആക്സസറീസും. ഇത്ര മാത്രമേ ഞാൻ ഈ പ്രാവശ്യം ഷൈയവേ മേടിച്ചുള്ളൂ. കാരണം നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സാഗിനെസ് ആണല്ലോ. സാഗിനെസ്സിനെ ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് സാഗ് ചെയ്തവർക്ക് വേണ്ടിയുള്ള എനിക്ക് അത്ര ബ്രസ്റ്റ് സാഗിനെസ്സും ആയി തുടങ്ങിയിട്ടില്ല, വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ 3-4 ബ്രാസ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മേടിച്ചത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെറ്റീരിയലും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇവരുടെ ഓരോ ബ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഫുൾ കവേർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഫുള്ളി
കവേർഡ് ആയിരിക്കും. പിന്നെ ഇതിൽ നല്ല ഭംഗിയുള്ള കുറച്ച് ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അധികം പാഡഡ് അല്ല. കാരണം ഓൾറെഡി ഹൈ ബസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈ പാഡഡും കൂടിയും യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അധികം കൂടുതലായിട്ട് തോന്നിക്കോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇന്നേ വരെ ഈ പാഡഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കൂടുതലൊന്നും എനിക്ക് ഇതുവരെ തോന്നിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ഷേപ്പ്, ഞാനൊരു ഷേപ്പിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. ഞാൻ മറ്റേ പാഡഡാണ് എപ്പോഴും, ഞാൻ നോൺ പാഡഡ് യൂസ് ചെയ്യാറില്ല. ഞാൻ പാഡഡാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് ഇന്നുവരെ ഗുണം തോന്നിയിട്ടില്ല. ഇതാണ് ഏറ്റവും നല്ലത്. ഭയങ്കര ഹെവി പാഡഡ് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതാണ് ഒന്ന് ഞാൻ വാങ്ങിയത്. ഈ സംഭവം ഫുൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഞാൻ വാങ്ങിയത്. പ്രോഡക്റ്റ് ഒക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ഇപ്പം ഞാൻ കാണിച്ചത് മിനിമൈസർ ബ്രായുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. വയർ ഫ്രീ മിനിമൈസർ ബ്രായുടെ അണ്ടറിൽ വരുന്നതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച ഈ ബ്രാ എന്ന് പറയുന്നത്. ഈ അടുത്തത് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ ബ്രായാണ് നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത വൺ എന്ന് പറയുന്നത്. നല്ല ഫ്രിൽസ് ഒക്കെ പോലെ ഇതിലുണ്ട്. കുറച്ച് ഭംഗി കൂട്ടാനാന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള, എനിക്കിതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വാങ്ങിയതാണ്. ഇത് ഫുള്ളി കവേർഡ് അല്ല, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്റ്റ് മൊത്തം കവേർഡ് ആയിരിക്കും. പക്ഷേ നല്ല ഭംഗിയിൽ ഒരു ഷേപ്പിൽ കിടക്കുന്ന തരത്തിലുള്ള ഒന്നായിരിക്കും. കുറച്ച് നെറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നല്ല സെക്സി മോഡലായിട്ടുള്ള ഇറക്കിയേക്കുന്ന ഒന്നാണ് ഈ ഒരു ബ്രാ എന്ന് പറയുന്നത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്കൊരു എവ്രിഡേ ബ്രാ കാണാം. ഓക്കെ, എവ്രിഡേ ബ്രാ ഇത് കുറച്ച് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രാ ആണ്. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ വേണമല്ലോ, നമ്മൾ വെറുതെ സാരികൾ മേടിച്ചാൽ പോലെ. ഓക്കെ, ഇത് എവ്രിഡേ ബ്രാ ആണ്. എനിക്ക് ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പാഡഡ് ആണ് വാങ്ങാറ്. പിന്നെ ഞാൻ ഒരെണ്ണം പാഡഡ് യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടി ഞാനൊരു പാഡഡ് അല്ലാത്തൊരു ബ്രാൻഡ് കൂടി മേടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എവ്രിഡേ ബ്രായുടെ അണ്ടറിൽ വരുന്ന ഒന്നാണ് ഇതെന്ന് പറയണത്. ഇതിൻ്റെ എന്താ ഞാനുണ്ടല്ലോ ചിലർക്ക് ഞാൻ മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറയുവാണ്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം തോന്നിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കമ്പി വെച്ച പോലെ ഒരു സംഭവം നിങ്ങൾക്ക് മേടിക്കാറ് ചിലവർ മേടിക്കുന്നുണ്ടായിരിക്കും. ഈ ബ്രാ കുറച്ചും കൂടിയും എന്താ പറയുക ഷേപ്പിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കമ്പി പോലെ ഉള്ളൊരു സംഭവം ഉണ്ടായിരിക്കും. അത് മേടിക്കുകയേ ചെയ്യരുത്. കാരണം ഞാൻ പലവട്ടം അങ്ങനെ മേടിച്ചിട്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒന്നാമത് ഭയങ്കര വേദനയായിരിക്കും, അൺകംഫർട്ടബിൾ ആയിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക കുറച്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പതുക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതൊരു ആക്ച്വലി ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം വെച്ചേക്കും. പക്ഷേ ഇത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ മേടിക്കാറേ ഇല്ല. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. എന്നാൽ പോലും ഇത് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. നമ്മൾക്ക് നല്ല ടീഷർട്ട്സ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഒക്കെ നല്ല ഭംഗിക്ക് നിൽക്കുന്ന പോലെ നിൽക്കും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാഡഡ് യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടി മേടിച്ചതല്ല, എനിക്ക് വേണ്ടി തന്നെ മേടിച്ചതാണ്. ഓക്കെ, ഈ ഒരു ബ്രാ എന്ന് പറയുന്നത് ഇത് ഇങ്ങനത്തെ ബ്രാ ഞാൻ യൂസ് ചെയ്യാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഈ നിപ്പിൾ ഇറക്ഷൻ അല്ലെങ്കിൽ നിപ്പിൾ ഇറക്റ്റായിട്ട് എപ്പോഴും നിൽക്കുന്ന പ്രോബ്ലം ഒക്കെ ഉള്ളതാണ്. ചിലർക്ക് ഉള്ളിലോട്ടായിരിക്കും, ഇൻവേർട്ടഡ് നിപ്പിളായിരിക്കും. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിപ്പിൾ എനിക്ക് പുറത്തേക്ക് ഡ്രസ്സിൽ കാണുന്നതേ എനിക്കിഷ്ടമല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാണുന്നത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പാഡഡ് ബ്രാസ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക കോട്ടൺ ബ്രാ ആണ്. കാരണം കോട്ടൺ ബ്രായുടെ സുഖം ഒരു ബ്രാക്കും കിട്ടില്ല. കാരണം അത്രയും കംഫി ആയിരിക്കും. അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് എന്ത് പറയാം, ഓക്കെ ഇങ്ങനത്തെ കോട്ടനേ പറ്റുന്നുള്ളൂ, മറ്റേ പാഡഡൊന്നും ഇഷ്ടമേ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ നിപ്പിൾ പാഡ്സ് മേടിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതും ഞാൻ ഷൈയവേന്ന് തന്നെ വാങ്ങിയതാണ് ഈ നിപ്പിൾ പാഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നിപ്പിളിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്റ്റ് ചെയ്ത് നിൽക്കുമോ അങ്ങനത്തെ ഒരു വൃത്തികേടും വരില്ല. ഇനി അതല്ല, ചില ഡ്രസ്സുകൾ നമുക്ക് ബ്രായേ ഇടാൻ പറ്റാത്ത ചില മോഡൽ ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇത് വരുമ്പോൾ ഇങ്ങനത്തെ ഈ നിപ്പിൾ കവേഴ്സ് മേടിച്ച് വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഇത് ഞാൻ എപ്പോഴും മേടിച്ച് വെക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് ബ്രാസൊക്കെ ഞാൻ ഇത്രയും മേടിച്ചിട്ടുള്ളൂ. ഇനി മേടിച്ചേക്കുന്നത് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ ഒരു സോക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒരു സോക്സും കൂടി മേടിച്ചു. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള പ്രോഡക്ട്സ് ഒക്കെ ഷൈയവേയിൽ അവൈലബിൾ ആണ്. ഈ സോക്സിൻ്റെ രണ്ട് ഗുണം തോന്നുന്നു, നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഈ ഷൂ ഇപ്പോഴത്തെ മോഡൽ ഇപ്പം എല്ലാവരും ഇങ്ങനത്തെയാണല്ലോ ഇടുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫുഡ് കെയർ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മളെ ഫീറ്റൊക്കെ കെയർ ചെയ്യുന്നവരാണെങ്കിൽ
നമ്മൾ രാത്രി ക്രീമൊക്കെ തേച്ച് ഇതൊക്കെ ഇട്ടിട്ട് രാവിലെ കിടന്നുറങ്ങാം. അങ്ങനെ ഏത് ഉപയോഗത്തിനും ഇതേപോലെ സോക്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഷൈയവേന്ന് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഇതേപോലെ ഭയങ്കര സാഗി ആയിട്ടുള്ള ബ്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾ ബ്രാ ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ല, നിങ്ങളുടെ ജെനറ്റിക്സ്, നമുക്ക് ഏജൊക്കെ കൂടുമല്ലേ, ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ശരീരത്തിന് വ്യത്യാസങ്ങളും നമുക്ക് കാണും. അതുമാത്രമല്ല ഒരു കുഞ്ഞാവുമ്പോഴൊക്കെ അതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡി കാണും. അപ്പോൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താം, എങ്ങനെ ഇത് പുറത്തേക്ക് നമുക്ക് നല്ലൊരു പോസ്ചറിൽ നിർത്താം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇന്നർ വെയേഴ്സ്, അതിപ്പോൾ ബ്രാസ് ആയിക്കോട്ടെ പാൻറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾ ചൂസ് ചെയ്യണത് നല്ല ക്വാളിറ്റിയുടെ തന്നെ ആയിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമുക്ക് പല സ്ഥലത്തും വളരെ പൈസ കുറവിൽ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. പക്ഷേ നിങ്ങളുടെ ഇന്നർവെയേഴ്സാണ് നിങ്ങൾ പുറത്തിടുന്ന ഡ്രസ്സിനേക്കാളും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം അതിൻ്റെ മെറ്റീരിയൽ, പിന്നെ ഈവൻ അതിൻ്റെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലോത്ത് എന്താണ്, നല്ല കോട്ടൺ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റാഷസും അലർജീസും കാര്യങ്ങളും എല്ലാം വരും. അപ്പം ഞാൻ എപ്പോഴും മേടിക്കാറ് ഇതുപോലെ എനിക്ക് കുറച്ച് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കുറേയൊക്കെ ഇതുണ്ട്. അതിലത്തെ ഒന്നാണ് ഈ ഷൈയവേ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്, എൻ്റെ കൂപ്പൺ കോഡായ അസ്ല10 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും കിട്ടും. പക്ഷെ അത് 1000-നോ 1000-ൻ്റെ മുകളിലോ ഉള്ള സാധനങ്ങൾ വാങ്ങിയാൽ മാത്രമേ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് വർക്ക് ആവത്തുള്ളൂ. സോ അസ്ല10. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്ത് നോക്കി വെക്കുക. ഇനി അടുത്ത നമുക്ക് എന്ത് കോണ്ടൻറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ കോണ്ടൻറ്റാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ബൈ. സൈറ്റ് മറക്കണ്ട, ഷൈയവേ എന്നാണ്. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി.